ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇത് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് സൂര്യന് സ്കൂളില്ല. ഞാൻ കുറച്ച് വൈകിട്ടൊക്കെ എണീറ്റാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അലാമൊക്കെ എന്നും വെക്കുന്ന അതിൽ തന്നെ അടിച്ചു, ഞാൻ എണീറ്റു. പിന്നെ ഇനിയോ മാറ്റി വെക്കേണ്ട വെച്ചു. എന്തായാലും ഒരു 10-15 മിനിറ്റ് അല്ലേ വ്യത്യാസമുള്ളൂ എണീക്കാൻ. ഇനി ഷൂട്ടുള്ളതല്ലേ. ആദ്യമൊക്കെ ഷൂട്ടുള്ള സമയത്ത് കുറച്ച് നേരത്തെ എണീറ്റിരുന്നു, കുറച്ചുകൂടി നേരത്തെ എണീറ്റുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി പ്രാക്ടീസ് ആയി തോന്നുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ മാറ്റി വയ്ക്കാനൊക്കെ കുറച്ചുകൂടി സ്പീഡായി. അപ്പോൾ പിന്നെ എന്നാലും സാധാ ടൈം പോരാ. നമുക്കൊരു എണീറ്റിട്ട് രാവിലത്തെ പണികൾ ചെയ്യുന്ന ഒരു സാധാ ഒരു ടൈം ഉണ്ടല്ലോ, അത്ര പോരാ. ഒരു ദിവസം ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണം, കറക്റ്റായിട്ട് കിട്ടണില്ല. ഓരോ സ്ഥലത്ത് ആംഗിളിൽ വെച്ചിട്ട് നോക്കണ്ടേ. അപ്പോഴേക്കും നമ്മൾ ചെയ്യുന്ന പണികൾ അതവിടെ നിർത്തിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വീണ്ടും അതിന് തുടങ്ങുമ്പോൾ ആ ഒരു ഫ്ലോ പോയി കിട്ടും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുള്ള ഒരു ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ വീണ്ടും അതിൻ്റെ ആ ക്യാമറ മാറ്റി വെച്ച് അത് കൂടെ നോക്കി ഇവിടെ വന്നിട്ട് വീണ്ടും ചെയ്യുമ്പോഴേക്കും കുറച്ച് നേരം എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പണികൾ കുറച്ച് വൈകും നമ്മൾ ഈ ഷൂട്ടുള്ള ദിവസം. അപ്പം അതേപോലെ തന്നെ ആദ്യം ചോറ് വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിലുള്ള സ്റ്റൗവിൻ്റെ മുകളിൽ. പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. ചപ്പാത്തിയും ചെറുപയർ കറിയുമാണ്. ചപ്പാത്തി നനയ്ക്കാൻ ഇങ്ങനെ കുഴയ്ക്കാനുള്ള വെള്ളം, ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ചെറുപയർ കുക്കറിലിട്ടിട്ടുണ്ട്. ചെറുപയറിൽ പച്ചമുളകും ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയുമാണ് കേട്ടോ ഇടുക ഇവിടെ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടാണ് പിന്നെ തേങ്ങ അരച്ച് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വറുത്തിടുക ചെയ്യുക. കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് വറുത്തിടുക ചെയ്യുക. ഇന്ന് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഇവിടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ. വലിയൊരു കുമ്പളങ്ങയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കഷ്ണം മാത്രം ഞാൻ മുൻപ് എന്തൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ടിഷ്യൂ കൊണ്ടൊക്കെ അതവിടെ മുറിച്ച ഭാഗത്തൊക്കെ ടിഷ്യൂ വെച്ച് പോളിത്തീൻ കവറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് നീക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി ഞാനിതിപ്പോൾ മുറിച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു കഷ്ണം കൂടി എടുത്ത് ഇനി പിന്നെ എപ്പോഴെങ്കിലും കറിക്ക് എടുക്കുക. പക്ഷെ കേടുവരൊന്നുമില്ല. ഇവിടെ നിറച്ച് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതവിടെ മാവിൻ്റെ മുകളിൽ പടർന്നിട്ട് കുമ്പളങ്ങയാണ് നിൽക്കുന്നത്. 3-4 കുമ്പളങ്ങ മാവിൻ്റെ മുകളിൽ, ഒറ്റ മുകളിൽ. അതിന് കിട്ടുപോലും ഇല്ല. അതൊക്കെ ഇനി പൊട്ടിച്ചിട്ട് നിലത്ത് കഴിയുമ്പോഴേക്കും അതങ്ങനെ ചെതറിപ്പോവില്ലേ. അതൊന്നും ഇങ്ങനെ നമ്മൾ വിത്തിട്ടിട്ട് ഉണ്ടായതല്ല, അത് തന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് പല സ്ഥലത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാവിൻ്റെ മുകളിൽ കയറിപ്പോയത് അങ്ങോട്ട് കുറേ കയറിപ്പോയതിനു ശേഷം വള്ളി കുറേ അങ്ങോട്ട് കയറിപ്പോയതിന് ശേഷമാണ് കണ്ടത്. ഇത് അങ്ങ് മേലേക്ക് എത്തിയല്ലേന്ന്. ഇത് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മറ്റേ സ്റ്റൗവിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുക. വർക്ക് ഏരിയയിലുള്ളത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ വെക്കണം. ഒന്ന് ഇളക്കുമ്പോഴൊക്കെ നമ്മളതിങ്ങനെ പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതിനോട് വെക്കാറൊക്കെ ഉണ്ട്. അവിടെ ചിലപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞുള്ള സമയത്താണെങ്കിൽ ഇതിനോട് വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിങ്ങനെ ആടുമ്പോൾ നമുക്കതങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങനെ വീഴുമോ എന്നൊക്കെ ഒരു തോന്നില്ല. അത് കാരണം ഞാനിപ്പോൾ അത് വർക്ക് ഏരിയൻ്റെ മുകളിൽ ചട്ടികളൊക്കെ ഞാൻ ഈ വർക്ക് ഏരിയയിലുള്ള സ്റ്റവിൻ്റെ മുകളിലാണ് സാധാരണ വെക്കുക. ചിലപ്പോൾ ഞാൻ അകത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. ഇന്ന് ഉപ്പേരിയൊന്നും വെക്കേണ്ടാത്ത ദിവസമാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ഇടിച്ചക്ക ഉപ്പേരി ഇരിക്കുന്നുണ്ട്. കുമ്പിടിയെന്ന് പറയുന്ന ഇടിച്ചക്ക. ഇത് ചെറുപയർ കറിക്കുള്ള തേങ്ങ അരച്ചാണ്. തേങ്ങയിൽ ജീരകം ചെറിയ ഉള്ളി ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അതങ്ങ് ചെറുപയർ വെന്തപ്പോൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്കൊന്ന് വറുത്തിടേണ്ട പണിയേ ഉള്ളൂ. പിന്നെ മോരുകറിയിലേക്കുള്ളത് ആണെങ്കിൽ ചെറിയ ജീരകം പിന്നെ പച്ചമുളകും കൂടി അരച്ചതാണ്. അതിലേക്കും അധികം ഞാനെപ്പോഴും അതിൻ്റെ റെസിപ്പിയൊക്കെ പറയണ കാരണമാണ് ഞാനിപ്പോൾ അതങ്ങനെ പറയാത്തത്. ചെറുപയർ കറി മുൻപ് ഞാൻ 2-3 വട്ടം പറഞ്ഞിട്ടുണ്ട്, മോരുകറിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതങ്ങനെ പറയാത്തത്. അപ്പോൾ ഈ മോരുകറിയിലേക്കുള്ള തേങ്ങ അരയ്ക്കുമ്പോൾ പിന്നെ അതിലേക്ക് തൈര് മോര് എന്താണെന്ന് വെച്ചാൽ ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം അതിൽ കൂടെ ചേർത്തരയ്ക്കുമ്പോൾ നല്ല വെള്ളം കൂടിപ്പോവില്ലേ, അങ്ങനെ അങ്ങ് ചേർത്ത് അരച്ചാൽ മതി. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളക് കീറിയിട്ടതും അങ്ങനെ ഇട്ട് ചേർത്തെടുത്തിട്ട് പിന്നെ ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് ഓഫാക്കിയാൽ മതി മോരുകറി. അത് ഞാനിപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചത് ഇവിടെ വെച്ചിട്ടാണ് വറുത്തിടുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ വറവിട്ടിട്ട് പിന്നെ അത് അങ്ങോട്ട് പോകണ്ടല്ലോ. രണ്ടും ചെറുപയർ കറി വറുത്തിടാനുണ്ട്, മോരുകറിയും വറുത്തിടാനുണ്ട്. അപ്പോൾ അടുത്തടുത്ത് വെച്ചിട്ട് അങ്ങ് വറുത്തിട്ട് എടുക്കാമല്ലോ വെച്ചിട്ട് ഇവിടെ കൊടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലത്തെ പണികളിലെ തിരക്കൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി ചപ്പാത്തി ചുടൽ പിന്നെ ഏട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്.
ഞങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞ് ചിരിക്കുന്നതേ ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഞാൻ പറഞ്ഞെടുത്തിട്ട് ചിരിക്കുകയാണ്. ഒരു ലേഡി വന്നിട്ട്, അതായത് എന്നെ പറ്റി ആലോചിച്ചിട്ട് അവർക്ക് വിഷമം തോന്നുന്നു, 24 മണിക്കൂറും ഞാൻ കുക്കിംഗ് ആണല്ലോ അടുക്കളയിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്നുള്ള കമൻറ്റ് വന്നത് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അതായത് എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോ ഷോർട്ട് വീഡിയോയിലും ഓരോ സമയത്തില്ലേ കുക്കിംഗ്, ചിലപ്പോൾ വൈകുന്നേരത്തെ ആയിരിക്കും അല്ലെങ്കിൽ ഉച്ചത്തെ ആയിരിക്കും. അപ്പോൾ അവരുടെ വിചാരം ഞാൻ 24 മണിക്കൂറും ഞാൻ ഈ അടുക്കളയിൽ കഴിയാം. എന്തല്ലേ ഇത്രയും അങ്ങനെ ആലോചിക്കാനുള്ളൊരു കഴിവൊന്നും ഇല്ലാതെയാണല്ലോ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചിരിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക. ഈ ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻസ് വായിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഈ ലോങ് വീഡിയോ കാണുന്നവർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ കമൻറ്റ് ഇടുക. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇത്. കുറച്ച് വൈറലായിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കുറച്ചുകൂടി വൈറലായി പോവുകയും ചെയ്യും. പല ആൾക്കാരും ആ ഒരു നേരത്തെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകൾ മാത്രം കാണുന്ന ആൾക്കാരായിരിക്കും. നമ്മളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണം, അതായത് നെഗറ്റീവായിട്ട് പറയാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടട്ടോ. അതിപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ പാടില്ല ഒന്നുമില്ല. പോസിറ്റീവ് കമൻറ്റ് ഇടുന്ന പോലെ തന്നെ ആൾക്കാർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവരത് ഇട്ടിട്ട് പോവും. അതൊക്കെ ഓക്കെ. പക്ഷെ വായിക്കാൻ നല്ല രസമാണ്. അതിലെ കമൻറ്റുകൾ ചിലതൊക്കെ ഉണ്ടാവും. ഇത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണോ വീട്ടിൽ നിൽക്കുക, അടുക്കളയിൽ നിൽക്കുക, പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണോ കുക്ക് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ മാത്രമല്ല കേട്ടോ, ലോങ് വീഡിയോയിലും നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട്. എന്നാലും കുറച്ചധികമാണല്ലോ ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതായത് ഇങ്ങനെയൊന്നും അല്ല വീട്ടിൽ നിൽക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് തോന്നുന്നുണ്ട്. വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത്രയും മോശമായിട്ട് നിൽക്കണം എന്നുള്ളതായിരിക്കും ഓരോരുത്തരുടെ ചിന്താഗതി. അങ്ങനെ അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. അവർ നിൽക്കുന്നത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ കാണുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കാം. അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. ഞാനിതിൻ്റെ ഇലകളൊക്കെ ഇല്ലേ, ഉണങ്ങിയ ഇലകളൊക്കെ അതെല്ലാം ഇങ്ങനെ പറിച്ച് കളഞ്ഞിട്ട് അതിങ്ങനെ ഉണങ്ങിയ ഇലയും കൂടിയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഈ ചെടികൾ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ ഈ പൂവിൻ്റെ എനിക്കറിയില്ല. ഉണ്ടാവുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ വിത്തിട്ട് അങ്ങ് നിറച്ചുണ്ടാവും. ചെണ്ടുമല്ലിയല്ല, മല്ലികപ്പൂവല്ല, എന്തായാലും പറയുക അറിയില്ല. എല്ലായിടത്തും കാണുന്ന ഒരു പൂവാണ്. പിന്നെ അതേപോലെ മറ്റ് കലാത്തിയും മറ്റ് ചെടികളൊക്കെ അതിൻ്റെയൊക്കെ ഇലകളൊക്കെ ഞാൻ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ച് കളയായിരുന്നു. ഇത് കർട്ടൻ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കണ്ട നിലം മുട്ടി. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അതിന് വീണ്ടും നന്നായിട്ട് നിറച്ച് തഴച്ചിങ്ങനെ വരും. ഇതിപ്പോൾ ഞാൻ താഴത്തുനിന്നാണ് കട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ 2-3 ഇണച്ചം വന്നിട്ട് ഇങ്ങനെ കുറച്ചുകൂടി തിക്കായിട്ട് വളരും. ഇപ്പം ഞാനിത് താഴത്തുനിന്നാണ് വെട്ടി കൊടുക്കണം. ഇത് ഞാൻ ഈ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ വെച്ചിട്ട് ആ ഗ്ലാസ് ഉള്ള ഭാഗമില്ലേ, അവിടെ നിന്ന് നോക്കിയാൽ ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ഭാഗമില്ലേ, അവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറച്ച് ചട്ടികൾ ഇരിക്കുന്നുണ്ട്, കുറച്ച് ചെടികളൊക്കെ ആയിട്ട്. അതിൽ നിന്ന് ഞാനിങ്ങനെ ചെറിയതായിട്ട് കമ്പ് അതിലിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ കർട്ടൻ പ്ലാന്റ്സിൻ്റെ കുറച്ചൊക്കെ പിടിച്ചു, ചിലതൊക്കെ ഉണങ്ങിപ്പോയി. ഇതും എത്രത്തോളം പിടിക്കുന്നൊന്നും അറിയില്ല. ഇങ്ങനെ വെറുതെ അങ്ങ് മുറിച്ച് വെച്ചാൽ മതി, ചിലതൊക്കെ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ നിൽക്കണം, അപ്പോഴല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ കർട്ടൻ പ്ലാന്റ്സിൻ്റെ ചെറിയ പീസ് മതി, അത് പെട്ടെന്ന് വളരും. അതങ്ങ് ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദിവസം വെച്ച പോലെയാണ് അതിൻ്റെ നീളം ഇങ്ങനെ കൂടി വരിക. പെട്ടെന്ന് ഇങ്ങനെ നീളം വെച്ചങ്ങ് പോകും. അപ്പോൾ ഇനി ഏതായാലും വലിയ പീസായിട്ടല്ലേ മുറിച്ചിട്ടോ, കയ്യിലിരിക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ചെറിയ കഷ്ണാക്കാനൊന്നും നിന്നില്ല. പിന്നെ അത് ഉണങ്ങുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉണങ്ങുള്ളൂ, കുറേയൊക്കെ പിടിക്കും, എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ 1-2 എണ്ണമൊക്കെ ഉണങ്ങും. അപ്പോൾ അത് മാറ്റി വേറെ കുഴിച്ചിടുക. അതും ഒരു ചട്ടിയിൽ 2-3 എണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്, പീസസ് വെച്ചിട്ടുണ്ട്. ഇന്നിനിപ്പോൾ കാര്യമായിട്ടൊരു പണിയുണ്ട്. അത് കാരണം ക്ലീനിങ് പരിപാടികളൊക്കെ വെട്ടിക്കുറച്ചു. ഞാൻ എല്ലാ പണികളും കൂടിയിട്ട് ഒരുമിച്ചൊന്നും ഞാൻ ചെയ്യില്ല. വലിയ പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പണികളൊക്കെ ചുരുക്കി പിടിക്കും ഞാൻ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ, ഇത് കൂവ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരുവാതിരയ്ക്ക് നമുക്ക് സ്പെഷ്യലല്ലേ കൂവ വിരകിയത്. കൂവ പായസം എന്നോ കൂവ വിരകിയതോ അങ്ങനെയൊക്കെ പറയും. എല്ലാവരും ഉണ്ടാക്കുമോയെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഈ ഭാഗത്തേക്ക് നന്നായിട്ട് തിരുവാതിര ദിവസം കൂവ വിരകും. തിരുവനന്തപുരം അങ്ങോട്ട് അത്ര അറിയില്ല. ഞാൻ മുൻപ് ഹോസ്റ്റലല്ല, ഇവിടെ ഗൾഫിലായിരുന്ന സമയത്ത് അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് ഇതേപോലെ പായസം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് മരുന്നല്ലേ, ഇതുകൊണ്ട് പായസം വെക്കുമോ, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ. തിരുവനന്തപുരത്ത് വരെ ഇരുന്നു അവർക്കറിയില്ലാണ്. അപ്പോൾ അതേപോലെ എല്ലാവർക്കും അറിയില്ല എന്നുള്ളത് ഞാനിപ്പോൾ അതേ പറയാൻ കാരണം.
ഇത് മുൻപ് നമ്മളുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനെ കൂവ വാങ്ങിക്കാനും കിട്ടും, ഈ സമയമായ കൂവൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഞാനിത് 2 കിലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ കിട്ടാഞ്ഞിട്ട് അച്ഛൻ അവിടെ വാങ്ങിച്ചു വെച്ചതാണത്, കുമ്പിടിയിൽ വാങ്ങിച്ചു വെച്ചതാണ്. ഇവിടുന്ന് കാടാമ്പഴൊക്കെ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നോക്കിയിട്ട് അവസാനം പൊടി വാങ്ങിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുക ചെയ്തത് തോന്നുന്നു, ഓർക്കുന്നില്ല. എന്തായാലും ഇതിനു വേണ്ടി അന്വേഷിച്ച് നടന്നിട്ട് ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ അവിടെ വാങ്ങിച്ചു വെച്ചു. ഇത് പറഞ്ഞ സമയത്ത് തന്നെ അച്ഛൻ അത് അവിടെ വാങ്ങിച്ചു വെച്ചു. 2 കിലോ ഉണ്ട് ഇത്. 2 കിലോ ഒക്കെ മതി നമുക്ക് ഒരു വീട്ടിലേക്ക്. അങ്ങനെ മിക്സിയിൽ ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ കുറേ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുക്കും ഈ പണി ചെയ്തിട്ട്. ഇത് കുറച്ച് മെനക്കെട്ട് കുറച്ച് നേരം നിൽക്കുന്ന ഒരു പണിയല്ലേ, നിന്ന് ചെയ്യുന്ന പണിയാണ്. അപ്പോൾ ഇത് വലിയ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ മിക്സിയിലൊന്നുമല്ല, അതിങ്ങനെ ഉരലിലിട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പുറത്തൊക്കെ വെച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഇത് പിന്നെ കുറച്ച് 2 കിലോൻ്റെ ഉള്ള പണിയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള പൊടി കിട്ടും ചെയ്യും. ആദ്യം കൂവയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകുക. അതിലിങ്ങനെ ചെറിയ വെട്ടും കുത്തും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മണ്ണൊക്കെ അവിടെയൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെത്തി കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കി മുറിച്ചതിന് ശേഷം ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അത് ഈ അരച്ചത് ഇപ്പോൾ ഞാൻ ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്, അരച്ചതെല്ലാം കൂടിയിട്ട്. എന്നിട്ട് പിന്നെ അവിടെ ഞാൻ ഒരു തോർത്ത് ഞാനിങ്ങനെ ഒരു വലിയ പാത്രത്തിൽ ഇതാക്കി വെച്ചില്ലേ, ഇങ്ങനെ കെട്ടി വെച്ചില്ലേ, അപ്പോൾ അതിൽ നിറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച്. എന്നാലാണ് ഇത് അതിലേക്ക് ഈ അരച്ച് വെച്ചത് അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തിരുമ്മി ആക്കണം അത്. അപ്പോൾ അതിലും ഒരു 3/4 ഭാഗം വെള്ളം വേണം. എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ നമ്മളിങ്ങനെ ചെയ്യണ പോലെ ആക്കണം. എന്നിട്ട് അതിൻ്റെ പൊടിയെല്ലാം താഴത്തേക്ക് ഇങ്ങനെ ഊറി വന്നോളൂ. അപ്പോൾ ഈ തോർത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാമല്ലോ, ഞാൻ തോർത്താണ് വാങ്ങിച്ചിരിക്കുന്നത്, പുതിയ തോർത്ത് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇതിനു വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ശരിക്ക് അതിൻ്റെ എന്താ പറയുക ഇഴയടുപ്പം നോക്കണം കേട്ടോ. ചിലപ്പോൾ കുറച്ച് വലിയ ഇഴയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ നല്ല പൊടിയൊന്നും കിട്ടില്ല. ഇത് നല്ല ഇഴയടുപ്പുള്ളതാണ്. ശരിക്കും മുണ്ടൊക്കെ ഉണ്ടാവില്ലേ, സാധാ ഉടുക്കുന്ന മുണ്ടിൻ്റെ ഒക്കെ ഇഴ ഉണ്ടല്ലേ അടുപ്പിച്ചിട്ട്, അതുപോലെ ആയിരിക്കും. അതുപോലെയാണ് ഈ തോർത്ത്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കണം. ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നോക്കി വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല മുണ്ടൊക്കെ എടുത്താലും മതി. അതാണെങ്കിലും അങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൊടി ലാസ്റ്റ് കിട്ടുക എങ്ങനെയാണെന്നറിയോ, നമ്മൾ ടാൽക്കം പൗഡർ ഇല്ലേ, അത്രയും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നൈസായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോഴേ അറിയാം അതങ്ങനെ അത്രയും സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അതുപോലെയുള്ള പൊടിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഇതേപോലെ ആദ്യം ഞാൻ ഒരു വട്ടം ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ അതിലിങ്ങനെ അരയാത്ത കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും കുറച്ചൊക്കെ, അധികമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് മിക്സിയിൽ ഒന്നുകൂടി അരച്ചിട്ട് പിന്നെ ഈ പിഴിഞ്ഞ് വെച്ചതില്ലേ അതൊന്നുകൂടി ഇതേപോലെ തന്നെ ഒന്നുകൂടി വെള്ളത്തിലിട്ടിട്ടാക്കിയാൽ അതിലും കുറച്ചുകൂടി പൊടി ഉണ്ടായിരിക്കും. അങ്ങനെ 2 പ്രാവശ്യം വേറെ പാത്രത്തിലേക്ക് ആക്കുകയാണ് ഞാൻ ചെയ്യണത്. അധികം ഇതിപ്പോൾ 2 കിലോ ആണ് ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു 2 കിലോ ഉള്ളു. അപ്പോൾ ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ല. ഇങ്ങനെ വേഗം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. മറ്റത് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൽ കുറച്ച് മിക്സൊക്കെ ഉണ്ടാവും എന്നാണ് പറയുക. ഈ കപ്പ പൊടിയില്ലേ അതൊക്കെ അതിൽ ചേർക്കുന്നൊക്കെയാണ് പറയുക. ഒരുപോലത്തെ പൊടിയാണല്ലോ വെള്ള, അപ്പോൾ വാങ്ങിക്കുന്നതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ വെള്ളം കളഞ്ഞു. ആദ്യം അതൊരു കുറേ നേരം വെക്കണം കേട്ടോ, എന്നാലാണ് ആ പൊടി അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുള്ളൂ. എന്നിട്ട് മുകളിൽ വരുന്ന വെള്ളം അങ്ങ് കളഞ്ഞാൽ മതി. ഇപ്പോൾ രണ്ടാമത്തേൽ കുറച്ച് പൊടിയേ ഉള്ളൂ. അത് എന്നിട്ട് രണ്ടും കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇതേപോലെ ഒരു 2 3 ഞാൻ പ്രാവശ്യം 3 തവണ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ സമയം അതിങ്ങനെ നിൽക്കണം, എന്നാലേ ഊറി വരുള്ളൂ. ഇപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ കുളിച്ച് വന്നു. എന്നാലും അപ്പോൾ ആ കുളിക്കുന്ന അത്രയും നേരം അതിങ്ങനെ നിൽക്കണം, എന്നാലാണ് ഈ വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടി ഇത് കൂടെ പോരില്ലേ. എന്നിട്ടിപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റത്തെ പ്രാവശ്യമാണ്, 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ അതിലത്തെ ഫുള്ള് വെള്ളം കളഞ്ഞു. ഇനി അത് വേണമെങ്കിൽ ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചാലും പാത്രം ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചാലും അതിൽ നിന്നൊന്നും പൊടിയൊന്നും വരില്ല. അത്രയും വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് ഈ പുട്ടുപൊടി നനയ്ക്കില്ലേ, പുട്ടുപൊടി നനയ്ക്കാൻ എടുക്കുമ്പോഴുള്ള വെള്ളം ഇങ്ങനെ അതുപോലെ ഉണ്ടായിരിക്കും. ഇനി ഇതിന്നിങ്ങനെ ഞാനങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് കോരി എടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് അങ്ങനെ അതിൻ്റെ കട്ട ഉലർത്തില്ലേ അങ്ങനെ ഉലർത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കുക. ഇനി ഇങ്ങനെ എടുത്തിട്ട് പായസം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. വെയിലത്ത് വെക്കുന്നതിൻ്റെ മുൻപ് തന്നെ പായസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിരകിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. വെയിലത്ത് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഏറ്റവും നല്ലത് വെയിലത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ല വെയിലാണെങ്കിൽ 2-3 ദിവസത്തെ ഉണക്കം മതി. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഇനി തിരുവാതിരയ്ക്ക് കൂവ പായസം വെക്കുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.